ഉപബോധ മനസ്സിന്റെ സമസ്യകളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയുള്ള ഒരു ഓൺലൈൻ കോഴ്സ് പോലെ ഞങ്ങളുടെ ചാനലിൽ മനസ്സിന്റെ രഹസ്യങ്ങൾ എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ചാനലിൽ പുതുതായി വരുന്നവർ ആ പ്ലേലിസ്റ്റിലെ ആദ്യ വീഡിയോ മുതൽ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഉപബോധ മനസ്സ് ബോധമനസ്സുമായി ആശയവിനിമയം നടത്തുന്ന 4 രീതികളെക്കുറിച്ചാണ് നാം സംസാരിച്ചത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നാം ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മുടെ ഉപബോധ മനസ്സിനെ ധരിപ്പിക്കണം എന്ന് നാം മുമ്പ് പറഞ്ഞിരുന്നു. പൂർണ്ണമായും ബോധമനസ്സ് ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ ഉപബോധ മനസ്സിനോട് പറയാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് ധ്യാനത്തിന് പ്രസക്തിയേറുന്നത്. ഒരാൾ ധ്യാന നിമഗ്നനായിരിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സ് ആൽഫ സ്റ്റേറ്റിലേക്ക് ഉയരുകയും ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിനോട് നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ലക്ഷ്യങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും. മുമ്പത്തെ വീഡിയോകളിൽ നാം ആൽഫ സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തുന്നത് എന്ന് നിർബന്ധമായും പറയേണ്ടതുണ്ട്. തീർച്ചയായും അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിനോട് സംസാരിക്കാൻ സാധിക്കൂ. ധ്യാനത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ടും ധ്യാനം പരിശീലിച്ചുകൊണ്ടും നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ആൽഫ സ്റ്റേറ്റിനെ പഠിച്ചു കഴിഞ്ഞാൽ മൈൻഡ് പവർ ധ്യാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഭാഷകളായ രൂപങ്ങളെയും വികാരങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായി ഉപബോധ മനസ്സിലേക്ക് ഒരേ സന്ദേശം തന്നെ കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നേടുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ നാം ആഗ്രഹിക്കുന്നതെല്ലാം ഒഴിവാക്കുകയും ചെയ്യാം. നാം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ മനസ്സ് ആൽഫ സ്റ്റേറ്റിലേക്ക് ഉയരുമെന്ന് മുമ്പുള്ള വീഡിയോകളിൽ നാം സംസാരിച്ചിരുന്നു. നമ്മുടെ ഓരോ ദിവസങ്ങളിലും വളരെ വിലപ്പെട്ട ഒരു സമയമുണ്ട്. പ്ലാറ്റിനം 30 എന്നാണ് ഈ സമയത്തെ മനഃശാസ്ത്ര വിദഗ്ധർ വിളിക്കുന്നത്. നാം ഉറക്കത്തിലേക്ക് വഴുതി പോകുന്നതിന് മുമ്പുള്ള 30 മിനിറ്റുകളും ഉണർന്നു കഴിഞ്ഞതിന് ശേഷമുള്ള 30 മിനിറ്റുകളുമാണ് ഈ പ്ലാറ്റിനം 30 എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അത്രയും ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലും. അതുകൊണ്ട് തന്നെ ഈ സമയത്തെ വേണ്ട പോലെ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാം. ഈ സമയത്ത് നമ്മുടെ മസ്തിഷ്കം ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തുന്നുണ്ട്. ഇതല്ലാതെ തന്നെ ആൽഫ സ്റ്റേറ്റിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് എത്തിക്കാം. അങ്ങനെ എത്തിക്കാൻ പറ്റിയ ഒരു രീതിയാണ് ധ്യാനം. വാസ്തവത്തിൽ ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ബോധ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അനാവശ്യമായ വികാരങ്ങളും ചിത്രങ്ങളും ചിന്തകളുമെല്ലാം നീക്കം ചെയ്തുകൊണ്ട് അവിടെ ബോധം മാത്രം അവശേഷിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രധാനമായും 8 ഘട്ടങ്ങളാണ് യഥാർത്ഥത്തിൽ ഫലം നൽകുന്ന ധ്യാനത്തിനുള്ളത്. ശ്വസനം, ശരീരത്തിൻ്റെ വിശ്രാന്തി, ചിന്തകളുടെ കേന്ദ്രീകരണം, മനസ്സിൻ്റെ ശുദ്ധീകരണം, ദൃശ്യവൽക്കരണം, ധ്യാനത്തെ തീവ്രമാക്കൽ, ആത്മകൽപ്പനകൾ, പ്രപഞ്ച മനസ്സുമായി സംയോജിക്കൽ എന്നിവയൊക്കെയാണ് ഈ ഘട്ടങ്ങൾ. ഈ ഘട്ടങ്ങളെയൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് യഥാർത്ഥ ധ്യാനത്തിൻ്റെ ഓർഡർ പ്രകാരം തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. നമ്മുടെ ഉറക്കത്തിന് മുമ്പും ഉറക്കത്തിന് ശേഷവുമുള്ള 15 മുതൽ 20 മിനിറ്റുകളാണ് ശാസ്ത്രീയമായ രീതിയിൽ മനഃശക്തി ധ്യാനം അനുഷ്ഠിക്കാൻ ഏറ്റവും ഫലപ്രദം എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒറ്റയടിക്ക് നമുക്ക് ധ്യാനത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കില്ല. ഇത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒന്നാണ്. ധ്യാനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നാം മറ്റുള്ള വ്യക്തികളുമായുള്ള ഇടപെടൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. ധ്യാനത്തിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കേന്ദ്രീകരിക്കുക എന്നതായതുകൊണ്ട് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ ഒഴിവാക്കേണ്ടതുണ്ട്. മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കുന്നത് പോയിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ ചിന്തിക്കുന്നത് പോലും ധ്യാനത്തിനെ തടസ്സപ്പെടുത്തും. അതിനുവേണ്ടി സൗകര്യപ്രദമായ ഒരു അന്തരീക്ഷം നാം സൃഷ്ടിക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണോ മറ്റോ തീർച്ചയായും യാതൊരു തരത്തിലും നമ്മുടെ ധ്യാനത്തെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ധ്യാനത്തിലേക്ക് ഇരുന്നിട്ട് കാര്യമുള്ളൂ. ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യണം. നമ്മുടെ നട്ടെല്ല് നിവർന്നുകൊണ്ട് നേരെ ശാന്തമായി കസേരയിൽ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തയ്യാറായി എന്ന് തോന്നുന്ന സമയത്ത് കണ്ണുകൾ പതുക്കെ അടക്കുക. ധ്യാനത്തിൻ്റെ ഘട്ടങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ധ്യാനത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് സംസാരിക്കാതെ പോകാൻ വയ്യ. കാരണം ധ്യാനത്തിൻ്റെ യഥാർത്ഥ പ്രയോജനങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ധ്യാനത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അതുവഴി കൃത്യമായ ധ്യാനം ഉൾക്കൊള്ളുവാനും കഴിയൂ. ശാരീരികവും മാനസികവുമായ നിരവധി പ്രയോജനങ്ങൾ ധ്യാനത്തിനുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ദുഃഖങ്ങൾക്കും സംശയങ്ങൾക്കും കോപം, ഭയം, വെറുപ്പ്,
മുതലായ വികാരങ്ങൾക്കുമുള്ള ഏറ്റവും നല്ല ഒരു ഔഷധം തന്നെയാണ് ധ്യാനം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് പ്രധാനമായും ധ്യാനത്തിൻ്റെ പ്രയോജനങ്ങൾ. ഒന്നാമത്തേത്, നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ ധ്യാനം നമ്മെ സഹായിക്കുന്നു. രണ്ടാമത്തേത്, പെട്ടെന്നുള്ള വികാരമാറ്റങ്ങളെ ഇല്ലാതാക്കുന്നു. മൂന്നാമത്തേത്, നമ്മുടെ ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കുന്നു. നാലാമത്തേത്, സർഗാത്മകതയെ വർദ്ധിപ്പിക്കുന്നു. അഞ്ചാമത്തെ ഗുണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. ശരീരം കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും ധ്യാനത്തിന് സാധിക്കും. പോരാത്തതിന് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഇടതുഭാഗവും വലതുഭാഗവും തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ ചീത്ത സ്വഭാവങ്ങൾ ഇല്ലാതാക്കാൻ നമ്മെ സഹായിക്കുന്നു, പഠിക്കാനും ഓർമ്മിക്കാനുമുള്ള കഴിവൊക്കെ വർദ്ധിപ്പിക്കുന്നു, വാർദ്ധക്യത്തെ നല്ലൊരു ശതമാനവും തടയുന്നു എന്നിവയൊക്കെയാണ് പ്രധാനമായും ധ്യാനത്തിൻ്റെ പ്രയോജനങ്ങൾ. ഇവയ്ക്ക് പുറമെ ധ്യാനം കൊണ്ട് ആത്മീയമായും പ്രയോജനങ്ങൾ ലഭിക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ധ്യാനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കും. ഒരുപക്ഷെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ സ്വഭാവ രീതികൾ നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുത്തിയേക്കാം. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ് നാം എല്ലാവരും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ മുകേഷ് അംബാനിക്ക് പോലും അയാളുടേതായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ധ്യാനം ആത്മീയമായി നമ്മെ ശക്തരാക്കുന്നതോടുകൂടെ നമ്മുടെ ജീവിതം സമാധാനപൂരിതമാകും. സാധാരണ മനുഷ്യർക്ക് പോലും ആത്മീയമായ പ്രയോജനങ്ങൾ കിട്ടാൻ ധ്യാനം സഹായിക്കും. ഭൗതിക വസ്തുതകളെ അതിൻ്റെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള ശക്തി ധ്യാനം നൽകുന്നതാണ്. നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും നിരുപാധികമായ സ്നേഹത്തിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാനുമൊക്കെ ധ്യാനം നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ഒരു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ധ്യാനത്തിനേക്കാൾ നല്ലൊരു മാർഗമില്ല എന്നാണ് ആത്മീയ ഗവേഷകർ പോലും പറയുന്നത്. ധ്യാനത്തിൻ്റെ ആത്മീയവും ശാരീരികവുമായ പ്രയോജനങ്ങളെക്കുറിച്ചുള്ള നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാ പഠനങ്ങളും വ്യക്തമാക്കുന്നത് ഇതുവരെ നാം കരുതിയിരുന്നതിനേക്കാൾ പല മടങ്ങ് പ്രയോജനം ധ്യാനത്തിന് ഉണ്ടെന്നാണ്. ടിബറ്റൻ ബുദ്ധ സന്യാസിമാരുടെ ഫങ്ഷണൽ MRI പഠന വിധേയമാക്കിയപ്പോൾ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാനുള്ള മനുഷ്യരുടെ കഴിവിനെ വളരെയധികം വർദ്ധിപ്പിക്കാൻ ധ്യാനത്തിന് കഴിയുമെന്ന് കണ്ടെത്തി. ധ്യാനം ചെയ്യുന്ന സമയത്ത് നാം ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് മാത്രം മനസ്സിനെ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പരിശീലിക്കുമ്പോൾ ക്രമേണ നമ്മുടെ മനസ്സ് ഒരേ ഒരു വിഷയത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കപ്പെടുന്നു എന്നതാണ്. ഇനി നമുക്ക് ധ്യാനത്തിൻ്റെ ഘട്ടങ്ങളിലേക്ക് കടക്കാം. ധ്യാനം ചെയ്യുന്നതിനായി വളരെ സൗകര്യപ്രദമായ ഒരു അന്തരീക്ഷം വേണമെന്ന് നാം പറഞ്ഞു. അതുപോലെ തന്നെ ഇരുന്നോ കിടന്നോ നമ്മുടെ നട്ടെല്ലിനെ നിവർത്തി വെച്ചുകൊണ്ടാണ് നാം ധ്യാനത്തിലിരിക്കേണ്ടത്. ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് മണ്ഡലമുദ്ര സ്ഥാപിക്കുന്നത് വളരെ ഗുണം ചെയ്യും. എന്താണ് മണ്ഡലമുദ്ര? നമ്മുടെ ശരീരത്തിന്റെ ഇടതുഭാഗത്ത് നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ വലതുഭാഗവും ശരീരത്തിന്റെ വലതുഭാഗത്ത് നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ ഇടതുഭാഗവുമാണ്. അതായത് നമ്മുടെ ശരീരം രണ്ട് ഭാഗങ്ങളായാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇടത് കൈയുടെ മുകളിൽ വലത് കൈ വെച്ചുകൊണ്ട് തള്ളവിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചാണ് മണ്ഡലമുദ്ര നാം സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ മണ്ഡലമുദ്ര സ്ഥാപിക്കുന്നതോടെ നമ്മുടെ ശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങളുടെയും അഗ്രങ്ങൾ തമ്മിൽ നാം കൂട്ടിമുട്ടിക്കുകയാണ്. ഇത് നമ്മുടെ ഉപബോധ മനസ്സിന് ഒരു പ്രത്യേക സന്ദേശം നൽകുന്നുണ്ട്. നാം ധ്യാനം ചെയ്യുമ്പോഴൊക്കെ മണ്ഡലമുദ്ര സ്ഥാപിച്ചു എങ്കിൽ മനസ്സിൽ സ്ഥിരമായി ഇതിനെ രേഖപ്പെടുത്തും. കുറേ ദിവസം അത് ആവർത്തിക്കുന്ന സമയത്ത് പിന്നീടുള്ള ദിവസങ്ങളിൽ കൈകളിൽ മണ്ഡലമുദ്ര സ്വീകരിക്കുമ്പോൾ തന്നെ നമുക്ക് ധ്യാനാവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും. മണ്ഡലമുദ്ര സ്ഥാപിച്ചുകൊണ്ട് തുടർച്ചയായി ധാരാളം ദിവസങ്ങൾ ധ്യാനം ചെയ്യുന്നവർക്ക് കണ്ണുകൾ തുറന്നു പിടിച്ചുകൊണ്ട് തന്നെ കൈകളിൽ ഇപ്രകാരം മണ്ഡലമുദ്ര സ്ഥാപിക്കുമ്പോൾ പോലും മനസ്സിന്റെ സമ്മർദ്ദം കുറഞ്ഞു വരികയും അതുവഴി അവരുടെ മനസ്സും ശരീരവും റിലാക്സ്ഡ് ആയി അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. ശരി, ഇപ്പോൾ നിങ്ങൾ ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള പ്രാഥമിക കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാം. ധ്യാനത്തിന് പ്രധാനമായും 8 ഘട്ടങ്ങളാണെന്ന് നാം പറഞ്ഞുവല്ലോ. ആദ്യത്തെ ഘട്ടം ശ്വസനമാണ്. കൃത്യമായ ശ്വസനം നടത്തിയാൽ നമ്മുടെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ശ്വാസോച്ഛ്വാസ പ്രക്രിയ നിയന്ത്രണ വിധേയമാക്കേണ്ടത് ധ്യാനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും സുഖം നൽകുന്ന ഒരു സ്ഥലത്ത് റിലാക്സ്ഡ് ആയി ഇരുന്ന ശേഷം ശ്വാസോച്ഛ്വാസത്തിലേക്ക് പതുക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 6, 7, 8, 9 തവണ വരെ ദീർഘമായി ശ്വസിക്കുക. ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ദീർഘമായി ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. സമയമെടുത്തുകൊണ്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടെ
ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് കൂടുതൽ അനുഭവവേദ്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ ശ്വാസകോശം പൂർണ്ണമായി നിറയുന്നതുവരെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാനും അതുപോലെ തന്നെ പൂർണ്ണമായി ശ്വാസത്തെ പുറത്തേക്ക് വിടാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. 6 മുതൽ 9 തവണ വരെ ഇപ്രകാരം ചെയ്തതിന് ശേഷം നാം ധ്യാനത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ശരീരത്തെ റിലാക്സ്ഡ് ആക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഇതിനുവേണ്ടി നമ്മുടെ ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെയുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പ്രത്യേകം മനസ്സ് കേന്ദ്രീകരിക്കണം. കാലുകളുടെ വിരൽത്തുമ്പുകൾ, കാലിൻ്റെ വിരലുകൾ, പാദം, കാൽവണ്ണ, കാൽമുട്ട്, തുടകൾ, അരക്കെട്ട്, നട്ടെല്ല്, ഉദരം, നെഞ്ച്, കഴുത്ത്, തോൾഭാഗം, കൈകൾ, കൈപ്പത്തി, കൈവിരലുകൾ, താടി, കവിളുകൾ, കണ്ണുകൾ, നെറ്റിത്തടം, തലയുടെ മുൻഭാഗം, പിൻഭാഗം, ഉച്ചി എന്നിങ്ങനെയുള്ള ക്രമത്തിലായിരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടത്. ഓരോ ഭാഗങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്ന സമയത്ത് ആ ഭാഗം റിലാക്സ്ഡ് ആവുന്നു എന്ന് കരുതുക. ആ ഭാഗം റിലാക്സ്ഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മുടെ മനസ്സിനോട് പറയുക. ഇനി നമുക്ക് 3ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. മനസ്സ് ശുദ്ധീകരിക്കാൻ തുടങ്ങുന്നതാണ് ഈ ഘട്ടം. ഈ ഘട്ടത്തിൽ ആദ്യമായി നമ്മോട് തെറ്റ് ചെയ്തവർക്കും നമ്മോട് എന്തെങ്കിലും ക്രൂരതകൾ പ്രവർത്തിച്ചവർക്കുമൊക്കെ നാം മാപ്പ് കൊടുക്കണം. നിരുപാധികമായി മാപ്പ് കൊടുക്കണം. അവരോട് യാതൊരു വിധത്തിലുള്ള പകയോ വിദ്വേഷമോ പൂർണ്ണമായും നിങ്ങൾക്കില്ല എന്ന് വിശ്വസിക്കുകയാണ് വേണ്ടത്. മാപ്പ് കൊടുത്തതിന് ശേഷം നാം ചെയ്തു പോയിട്ടുള്ള തെറ്റുകളുടെ മേലുള്ള നമ്മുടെ കുറ്റബോധങ്ങളെല്ലാം തുടച്ചു നീക്കേണ്ടതുണ്ട്. കുറ്റബോധങ്ങളെ തുടച്ചു നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും എല്ലാ നല്ല കാര്യങ്ങൾക്കും നമുക്കുള്ള നന്ദി നമ്മുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തുക. എല്ലാ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് മനസ്സിനോട് നന്ദിയുണ്ടെന്ന് പറയുക. അതിനുശേഷം നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളോടും നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളോടുമെല്ലാം നിരുപാധികമായി നാം സ്നേഹം പങ്കിടുന്നതായി മനസ്സിൽ കരുതുക. ഇതോടുകൂടെ നമ്മുടെ മനസ്സ് ആത്മാർത്ഥമായി പൂർണ്ണമായി ശുദ്ധമാകും. ഇനി നമുക്ക് 4ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ചിന്തകളെ കേന്ദ്രീകരിക്കലാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. നമ്മുടെ ചിന്തകളെ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നാം ഫോക്കസ് ചെയ്യണം. ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നത് പോലെയല്ല നമ്മുടെ ചിന്തകളെ ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. നാം ശ്രദ്ധയെ എന്തെങ്കിലും ഒന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുന്നതായി കാണാം. എന്നാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത് ആ കാര്യങ്ങളുടെ വിശദാംശങ്ങളോടുകൂടെ തെളിഞ്ഞു കാണുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാർ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് കരുതുക. ആ സമയത്ത് ഏത് കാറാണെന്നും ആ കാറിൻ്റെ നിറം എന്താണെന്നും ആ കാറിന് എത്രത്തോളം സൗന്ദര്യമുണ്ടെന്നും തുടങ്ങി കാറിൻ്റെ ടയറുകൾ പോലും നമ്മുടെ മനസ്സിൽ തെളിയും. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തോ കേവലം പെണ്ണ് കാണുന്നതും വിവാഹ ചടങ്ങുകളും മാത്രമല്ല നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മുടെ ഭാര്യയോടും അല്ലെങ്കിൽ ഭർത്താവിനോടും കുട്ടികളോടുമൊത്ത് ദീർഘകാലം സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതായി കാണാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നേടേണ്ട ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമായി നമ്മുടെ മനസ്സിൽ കാണുകയും ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ എല്ലാ ചിന്തകളെയും കേന്ദ്രീകരിക്കുകയും ചെയ്യാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശ്രദ്ധയെ ശല്യപ്പെടുത്താൻ സാധ്യതയുള്ള മറ്റു കാര്യങ്ങളെയൊക്കെ നാം ധ്യാനത്തിന് മുമ്പ് തന്നെ ഒഴിവാക്കിയതുകൊണ്ട് ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ എളുപ്പമാകും. ഇനി നാം 5ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ധ്യാനത്തെ തീവ്രമാക്കാൻ പോവുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിപ്പോവുക. ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ധ്യാനിക്കുന്നത് ആ കാര്യത്തിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കാനും ഈ ഘട്ടത്തിൽ നമുക്ക് കഴിയും. 6ാമത്തെ ഘട്ടം ദൃശ്യവൽക്കരണമാണ്. നാം ഏത് ലക്ഷ്യത്തെക്കുറിച്ചാണോ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടെ ദൃശ്യവൽക്കരണം നടത്താൻ തുടങ്ങണം. നമുക്ക് എന്ത് ലക്ഷ്യമാണോ നേടേണ്ടത് ആ ലക്ഷ്യം നാം നേടിയെടുത്തതിന് ശേഷമുള്ള കാര്യങ്ങളെ ദൃശ്യവൽക്കരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഉദാഹരണമായി നേരത്തെ പറഞ്ഞ പോലെ ഒരു കാർ സ്വന്തമാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് വെക്കുക. അത് ഏത് കാറാണെന്ന് പ്രത്യേകം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ ചുവന്ന കളറുള്ള ഒരു പോളോ കാറാണ് മനസ്സിൽ കരുതുന്നത്. ആ കാർ നേടിയെടുക്കാനാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെയുള്ള ഞാൻ ആ കാറിൽ നിന്നും പുറത്തിറങ്ങുന്നതോ ആ കാറുമായി കൂട്ടുകാരുമൊത്ത് ചുറ്റിയടിക്കുന്നതോ അല്ലെങ്കിൽ ആ കാർ ഉപയോഗിച്ചുകൊണ്ട് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോകുന്നതോ മറ്റോ മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക. ഓരോ ദൃശ്യത്തെയും കുറച്ചധികം നേരം കാണാൻ ശ്രമിക്കണം. കൂടുതൽ നേരം കാണുന്നതിലോടുകൂടെ നമ്മുടെ മനസ്സിൽ അത് വല്ലാതെ പതിഞ്ഞിറങ്ങും. അങ്ങനെ ദൃശ്യവൽക്കരിക്കുന്ന സമയത്ത് ആ കാർ നമ്മുടെ സ്വന്തമായി എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾ ആ കാറിൻ്റെ ഉടമയാണ്. ലക്ഷ്യം സഫലീകരിച്ച ആ വികാര നിർഭരിതമായ നമ്മുടെ ചിന്തകൾ
തീർച്ചയായും നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിലേക്ക് വളരെ നല്ലൊരു സന്ദേശത്തെയാണ് നൽകുന്നത്. ദൃശ്യവൽക്കരണവും അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സും കൂടി ആകുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ അത് കൃത്യമായ അടയാളം രേഖപ്പെടുത്തും. ദൃശ്യവൽക്കരണം എത്രത്തോളം തീവ്രമാകുന്നുവോ അത്രത്തോളം ശക്തമായി ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും. ദൃശ്യവൽക്കരിക്കുന്ന സംഭവത്തിൽ നാം സ്വയം ഭാഗവാക്കായി അതിൻ്റെ ആനന്ദം അതുപോലെ അനുഭവിക്കാൻ സാധിക്കുകയും വേണം. ഇനി 7ാമത്തെ ഘട്ടത്തെക്കുറിച്ച് പറയാം. ആത്മകൽപ്പനകൾ അഥവാ അഫർമേഷൻസ് എന്ന് പറയും. നമ്മുടെ ലക്ഷ്യങ്ങളെ ആത്മകൽപ്പനകളായി മനസ്സിലേക്ക് ഉറപ്പിക്കുക എന്നതാണ് ഈ ഘട്ടം. ആത്മകൽപ്പനകൾ നടത്തുന്ന സമയത്ത് 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം പറയാൻ പോകുന്ന വാക്കുകളും വാക്യങ്ങളുമൊക്കെ വളരെ ലളിതമായിരിക്കാൻ ശ്രദ്ധിക്കണം. വളരെ സിമ്പിളായിരിക്കണം. കൂടാതെ വളരെ കൃത്യവുമായിരിക്കണം. പോരാത്തതിന് വർത്തമാനകാല രൂപത്തിൽ വേണം മനസ്സിലുറപ്പിക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ പോളോക്കാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഞാനൊരു ചുവന്ന പോളോക്കാർ സ്വന്തമാക്കി, ഞാനൊരു ചുവന്ന പോളോക്കാർ സ്വന്തമാക്കി. ഇതാണ് ഇവിടെ ആത്മകൽപ്പനയായി ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ഘട്ടം. ധ്യാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം വളരെ വളരെ പ്രാധാന്യമുള്ള ഘട്ടമാണ്. ആ ഘട്ടം പ്രപഞ്ച മനസ്സുമായി നമ്മെ സംയോജിപ്പിക്കലാണ്. നമ്മുടെ ഉപബോധ മനസ്സുകളെല്ലാം തന്നെ യൂണിവേഴ്സൽ മൈൻഡായി സംയോജിച്ചിരിക്കുകയാണ് എന്ന് നാം മുമ്പത്തെ വീഡിയോകളിൽ സംസാരിച്ചിരുന്നു. പ്രപഞ്ച മനസ്സുമായി ഏകീഭാവം കൈക്കൊള്ളുന്നതാണ് ഈ ഘട്ടം. ധ്യാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയാണ് ഇത്. ഈ സമയത്ത് നിങ്ങളുടെ ഈ ആഗ്രഹം നേടിയെടുക്കുന്നതിന് വേണ്ടി ലോകത്തുള്ള എല്ലാവരുടെയും ഉപബോധ മനസ്സുകളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ് ഇതിലൂടെ നടത്തേണ്ടത്. ഏതായാലും നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് മാത്രം ഫലമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് മനഃശക്തി ഗവേഷകർ അടിവരയിട്ട് പറയുന്നുണ്ട്. നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിക്കൊണ്ട് നാം പൂർണ്ണമായും ദൃശ്യവൽക്കരിക്കേണ്ടതുണ്ട്. ഈ ദൃശ്യവൽക്കരണത്തിലൂടെയാണ് നന്മയുടെ ഊർജം നമ്മിലേക്ക് പ്രവേശിക്കുന്നത്. അത് ഒരു പ്രകാശത്തിൻ്റെ വലയമായി പുറത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യും. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ദൃശ്യവൽക്കരണം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും മറിച്ചുള്ളവർ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ ചോദ്യങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.